അഷ്മി, പ്രതിപക്ഷം ഏതായാലും സഭ വിട്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻ. നമുക്കറിയാം 9:40 മുതലാണ് സഭയിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ അരങ്ങേറിയത്. 9:40 ബന്ധപ്പെട്ട സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം സ്പീക്കറുടെ മുൻപിലേക്ക് ബാനർ അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയത് തൊട്ടു മുതലാണ് സഭയിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ നടന്നത്. അതായത് സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെയുള്ള ബാനറായിരുന്നു ഇവർ പ്രധാനമായിട്ടും ഉയർത്തിയത്. അതിനുശേഷം 9:40 ആദ്യം സഭ നിർത്തിവെച്ചു. പിന്നീട് 9:57 സഭ സമ്മേളിച്ചപ്പോഴും സമാനമായ ചില സംഭവങ്ങൾ സഭയിൽ അരങ്ങേറി. പ്രത്യേകിച്ച് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ പ്രതിപക്ഷ നിരയിലെ MLA-മാർ ഡയസിലേക്ക് വീണ്ടും കയറാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ ഡയസിൽ നിന്നും പോകുന്നതും സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ വീണ്ടും തിരികെ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയുകയാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മറുപടി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് നിയമമന്ത്രി ഹൈക്കോടതി വിധിയെ പറ്റി കൃത്യമായി പറഞ്ഞു. പക്ഷേ അത് പ്രതിപക്ഷ നേതാവ് കേട്ട ഭാവം നടിച്ചില്ല. സ്വർണ്ണക്കുള്ള കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. അന്വേഷണം സംബന്ധിച്ച കോടതി നിരീക്ഷണത്തെ പ്രതിപക്ഷ നേതാവ് കേട്ട ഭാവം നടിച്ചില്ല. നിർദ്ദേശങ്ങൾ നൽകുന്നതും അന്വേഷണങ്ങൾ വിലയിരുത്തുന്നതും ഹൈക്കോടതിയാണ്. ഹൈക്കോടതി പരാമർശം പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ അടി. മാത്രവുമല്ല, പി രാജീവ് നേരത്തെ ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യം, അതായത് ഹൈക്കോടതി പറഞ്ഞു ചിലർ ഈ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അത് പ്രതിപക്ഷമാണ് എന്നുള്ളതായിരുന്നു നിയമമന്ത്രി പറഞ്ഞത്. അത് പ്രതിപക്ഷത്തിന് നേരെ തിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും എന്നുള്ള കാര്യം നമുക്ക് സഭയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനിടയിൽ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ നടത്തിയ സംസാരങ്ങൾ നമ്മൾ കേട്ടു. ഈ സഭാ നടപടികൾ വിട്ടിറങ്ങുന്നു എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനോട് ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മറുപടി കൂടി കേട്ടിട്ടിറങ്ങുന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സ്പീക്കർ പറഞ്ഞത്. സ്പീക്കറെ അന്ധനാക്കുന്ന രീതി, അതല്ലെങ്കിൽ സ്പീക്കറുടെ ഡയസിന് മുൻപിൽ ബാനർ ഉയർത്തി സ്പീക്കർക്ക് ഉള്ള അവകാശം, അതായത് അംഗങ്ങളെ കാണാനുള്ള സ്പീക്കറുടെ അവകാശം തടസ്സപ്പെടുത്തുന്നതും സ്പീക്കറെ അന്ധനാക്കുന്നതും ജനാധിപത്യ രീതിയല്ല, അത് അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള വിമർശനം അത് സ്പീക്കറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ഏതായാലും സ്വർണ്ണക്കൊള്ളയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളത്തിൽ ചർച്ചയാവുകയാണ്. നിയമസഭാ തലത്തിൽ നാടകീയ സംഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയുന്നു. ഹൈക്കോടതി നിരീക്ഷണങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ തിരിച്ചാണ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്നുള്ളതും ശ്രദ്ധേയം. ഇതിനു മുൻപ് സംസാരിച്ച രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിലൊന്ന് നിയമമന്ത്രി പി രാജീവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സംസാരിച്ചത് നമ്മൾ കേട്ടതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം കൃത്യമായി പോകുന്നതിൽ പ്രതിപക്ഷത്തിന് അസ്വസ്ഥത എന്നൊക്കെയുള്ള കാര്യങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് നമ്മൾ കേട്ടു. അങ്ങനെ നാടകീയമായിരുന്നു സഭ. ആ നാടകീയത ഇപ്പോഴും സഭയിൽ തുടരുകയാണ്. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം സഭയ്ക്ക് പുറത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഹഷ്മി, അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങൾ സഭയിൽ കാണുകയാണ്. കയ്യാങ്കളി, സ്പീക്കറുടെ ഡയസിനുള്ളിലേക്ക് കടന്നുകയറൽ, പ്രതിപക്ഷം വാച്ചാൻ വാർഡുമേൽ ആവർത്തിച്ചുള്ള കയ്യാങ്കളി ഒക്കെ വലിയ മുദ്രാവാക്യം. പഴയ പോറ്റിപ്പാട്ട് വീണ്ടും സഭയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഉറപ്പായും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം ഈ പ്രതിഷേധങ്ങൾക്ക് മുന്നിലുണ്ട്. അത് കാണാതിരുന്നു. കൂടെ ആർ സീറ്റ് ചേർന്നു. സീറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നേറ്റ തിരിച്ചടിക്ക് കാരണം സ്വർണ്ണക്കൊള്ളയാണ്, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിപക്ഷ വിമർശനങ്ങളാണ് എന്നെന്തായാലും CPM വിലയിരുത്തിയിട്ടില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെയും ഒരു വിഷയത്തിൽ 2 തവണ ഒരു മുന്നണിയെ ജനം ശിക്ഷിക്കുമോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് സമാനമായി ഭരണപക്ഷം ആരോപണം ഉന്നയിക്കുന്നതും ഭരണപക്ഷം പ്രതിഷേധം മുദ്രാവാക്യം വിളിക്കുന്നതും ഒരു പ്രകടനം പോലെ ഭരണപക്ഷം പുറത്തേക്ക് വന്ന് പ്രതിപക്ഷത്തിനെതിരെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ സഭാ സെഷൻ അങ്ങേയറ്റം അസാധാരണമാണ്. ശ്രീജിത്ത്, ഹാഷ്മി, പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ സഭാ സമ്മേളനം കൂടുതൽ പ്രക്ഷുബ്ധമാകാനും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള പോരാട്ടങ്ങൾക്ക് വേദിയാകാനും സാധ്യതയുണ്ടെന്ന കാര്യം ഉറപ്പായിരുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന അവസാനത്തെ സഭാ സമ്മേളനം എന്ന നിലയ്ക്ക് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുള്ള വേദിയായി ഇത്തവണത്തെ സഭാ സമ്മേളനത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഉപയോഗിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊന്നും തീർത്തും അസ്വാഭാവികമാണെന്നോ അപ്രതീക്ഷിതമാണെന്നോ പറയാൻ കഴിയില്ല. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന SIT ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ മൂലം, അതായത് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് മൂലം പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നു. ആദ്യം മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചു, പിന്നീട് മറ്റു പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കാനിരിക്കുന്നു. അങ്ങനെയുള്ള നടപടികളൊക്കെ വരുമ്പോഴാണ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തി പ്രതിപക്ഷ സഭാതലത്തെ പ്രക്ഷുബ്ധമാക്കാൻ ശ്രമിക്കുന്നത് കണ്ടത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനാണ് ഭരണപക്ഷം ഈ സഭാ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.